ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള സ്ഥലംമാറ്റ ഉത്തരവ് പിൻവലിച്ച സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് തീരുമാനം. കോടതിയലക്ഷ്യ കേസിൽ നിന്ന് തലയൂരാനാണ് സർക്കാരിന്റെ ഈ തീരുമാനമെന്നും ആക്ഷേപമുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ സർക്കുലറാണ് പിൻവലിച്ചത്. സർക്കുലറിനെതിരെയുള്ള കേസ് ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പരിഗണിക്കവെയാണ് തീരുമാനം. നേരത്തെ സ്ഥലമാറ്റ പട്ടിക ട്രൈബ്യൂണൽ റദ്ദാക്കിയിരുന്നു. മാനദണ്ഡം ലംഘിച്ച് സ്ഥലമാറ്റം നടത്തിയെന്നായിരുന്നു ട്രൈബ്യൂണൽ കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് സ്ഥലമാറ്റ പട്ടിക ട്രൈബ്യൂണൽ റദ്ദാക്കിയത്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലമാറ്റം പരിഗണിക്കുമ്പോൾ മാതൃജില്ല, സമീപ ജില്ല എന്നിവ ഒഴിവാക്കി ഔട്ട് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് മതിയായ മുൻഗണന നൽകണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം പരിഗണിക്കാതെയായിരുന്നു സർക്കാർ സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പട്ടിക സ്റ്റേ ചെയ്യാൻ കാരണം. മാനദണ്ഡം ലംഘിച്ചാണ് സ്ഥലമാറ്റം നടത്തിയതെന്നും ട്രൈബ്യൂണൽ വിലയിരുത്തിയിരുന്നു. പൊതുസ്ഥലമാറ്റത്തിൽ മാതൃജില്ലയോ സമീപ ജില്ലയോ ആവശ്യപ്പെടുന്നവർക്ക് അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഔട്ട് സ്റ്റേഷൻ ഡ്യൂട്ടി കൂടി പരിഗണിച്ചാകണം പുതിയ സ്ഥലമാറ്റം നൽകേണ്ടതെന്നായിരുന്നു ട്രൈബ്യൂണലിന്റെ ആദ്യ ഉത്തരവ്. സമീപ ജില്ല എന്ന കോടതി നിർദ്ദേശത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണെന്നായിരുന്നു സർക്കാർ വാദം. ഇതുമായി ബന്ധപ്പെട്ട് കേസ് ട്രൈബ്യൂണൽ പരിഗണിക്കുന്നതിനിടയിലാണ് സ്ഥലമാറ്റം സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ സർക്കുലർ പിൻവലിച്ചത്. ജനം, തിരുവനന്തപുരം.